ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നൈറ്റ് വ്യൂ വീഡിയോ ആണ്. ഞങ്ങൾ താമസിക്കുന്ന വസന്ത് കുഞ്ചിലുള്ള വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് വ്യൂസാണ്. അപ്പം ഇത് നിങ്ങൾ നോക്കി, ഇത് നെൽസൺ മണ്ടേല റോഡാണ്. അപ്പം നെൽസൺ മണ്ടേല റോഡ് ഇവിടുന്ന് മുതൽ കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയ ഞങ്ങളിപ്പം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. അപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആ കൊറോണ ടൈമിന് ശേഷം ഇവിടെ കുറച്ച് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ധാരാളം ലൈറ്റുകളും പിന്നെ പാം ട്രീസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ പാം ട്രീസൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഇപ്പം വെച്ച് പിടിപ്പിച്ച് ഇവിടെ ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ഒരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോഴുള്ള ആ ലുക്കല്ല ഇപ്പോഴേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും മാറി മറിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഇതൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടെയാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഈ സൈഡ് കാണുന്ന JNU ആണ്. പിന്നെ അതിൻ്റെ അടുത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അടുത്ത് തന്നെ നമുക്ക് കുറേ സ്കൂൾസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പിന്നെ എന്താ പറയുക, ഇവിടെ താമസിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ഡൽഹിയിലുള്ള നമുക്ക് താമസിക്കാൻ പറ്റിയൊരു അടിപൊളി ഏരിയയാണിത്. ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ റോഡ് സൈഡിലുള്ള സൈക്കിൾ ട്രാക്കാണ്. പിന്നെ നമുക്ക് നടക്കാനുള്ള വഴിയും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് JNUയിലേക്കുള്ള ഒരു ഗേറ്റാണ്. ഇത് ബാക്ക് സൈഡിലുള്ള ഗേറ്റാണ്. ഇതിൻ്റെ മെയിൻ ഗേറ്റ് വേറെയാണ്. ഇത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു ഓവർ ബ്രിഡ്ജാണ്. അവിടെ ദേശ് കാ ദില്ലി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ആണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ കാണുന്നത്, ഗ്രാമീൺ സേവ. ഇതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 5 റുപ്പീസാണ്. പിന്നെ ഇവിടെയുള്ള പണിക്കാരൊക്കെ രാത്രിയാണ് ഈ റോഡ് പണിയൊക്കെ കൂടുതൽ എടുക്കുന്നത്. അവർ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് അവരിങ്ങനെ തീക്കായാണ് അവിടുന്ന്. ഇതിപ്പം നമ്മുടെ ബ്രിഡ്ജിൻ്റെ മേലെയുള്ള ഒരു കാഴ്ചയാണ്. ONGCയുടെ ഓഫീസുണ്ട്. പിന്നെ അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അത് ഫസ്റ്റ് മാരുതിയുടെ പിന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ 2-3 ഷോപ്പിംഗ് മാളുണ്ട്. പിന്നെ ONGCയുടെ ഓഫീസ്. അങ്ങനെയാണ് ഇവിടെയുള്ള ആ ഒരു പിന്നെ ബിൽഡിങ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ബ്രിഡ്ജിൻ്റെ മേലെ നിന്ന് കാണുന്ന കാഴ്ചയാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാരുതിയുടെ ഓഫീസ്, പിന്നെ ഏറ്റവും ലാസ്റ്റിലുള്ള ONGCയുടെ ഓഫീസ്. ഇവിടെ ആംബിയൻസ് മാളുണ്ട്, പിന്നെ DLF പ്രൊമനൈഡ്, DLF എംപോറിയം. അത് 3 രീതിയിലുള്ള ഷോപ്പിംഗ് മാളാണ്. പിന്നെ ആദ്യം ഉള്ളത് നമ്മളെപ്പോലെ സാധാരണക്കാർക്കുള്ളത്, പിന്നെ ഒരു ബ്രാൻഡഡ്, അടുത്തത് DLF എംപോറിയം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബ്രാൻഡിലുള്ള ഒരു ഷോപ്പിംഗ് മാളാണ്. ഈ 2 റോഡുകളുടെയും ഇടയിൽ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ കാഴ്ചയാണ് ഇതൊക്കെ. പിന്നെ അത് ഇപ്പം നല്ല രീതിയിൽ തന്നെ നവീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന ആ സമയത്ത് നിറയെ കാട് പിടിച്ച ഒരു സ്ഥലമായിരുന്നു ഇത്. അതൊക്കെ മാറി ഇപ്പം നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നത് ഒരു സ്റ്റേജ് എന്നുള്ള ഒരു പർപ്പസ് ആണെന്നാണ് തോന്നുന്നത്.
ഇത് നമുക്ക് ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ മറ്റേ റോഡിൽ നിന്ന് ഈ റോഡായിട്ട് കണക്റ്റ് ആവാനുള്ള ഒരു സ്ഥലവും കൂടെയാണ്. ഈ വസന്ത് കുഞ്ച് ഏരിയ ആദ്യമൊക്കെ, അതായത് ഒരു 10-20 വർഷം മുമ്പേ ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലമാണ്. ആൾക്കാരൊക്കെ ഇവിടെ വരാനൊക്കെ പേടി തോന്നുന്ന സ്ഥലമായിരുന്നു എന്നൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം പക്ഷേ ഒരുപാട് മാറി. ഇപ്പം ഞങ്ങളിപ്പോൾ വന്നതിന് ശേഷം തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായി. പിന്നെ ഉള്ളത് എയർപോർട്ട് വളരെ അടുത്താണ് ഇവിടെ നിന്ന്. പിന്നെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ, അത് ഇവിടെ ഈ റൂട്ടിലൂടെയുള്ള ബസ് ഡയറക്റ്റ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ആ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇവിടുത്തെ ഇലക്ട്രിക് ബസ്. ഇവിടെ ഈ റൂട്ടിൽ പ്രധാനമായിട്ടും 3 കളറിലുള്ള ബസ്സാണ് പോകുന്നത്. ഒന്ന് ബ്ലൂ കളറിലുള്ളത്, പിന്നെ റെഡ് കളറിലുള്ളത് അത് AC ബസ്, പിന്നെ ഉള്ളത് ഗ്രീൻ കളറിലുള്ള അത് നോർമൽ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ നടന്നു. ഇത് അടുത്തുള്ള ഒരു മാർക്കറ്റാണ്, B7 മാർക്കറ്റ് അല്ലെങ്കിൽ വസന്ത് ആർക്കേഡ് എന്നും കൂടെ പറയും. ഇവിടെ കൂടുതലും ഈറ്ററീസ് ആണ്. നമുക്ക് വെജ് ആയാലും നോൺ വെജ് ആയാലും 2 തരത്തിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇവിടെ കഴിക്കാൻ വരാറുണ്ട്. അത് തന്തൂരി ചിക്കനും റുമാലി റൊട്ടിയും കഴിക്കാൻ. അത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ ഞങ്ങൾ നടന്ന് വീട്ടിൻ്റെ അടുത്തേക്ക് എത്താനായി. ഇതാണ് ഞങ്ങളുടെ സൊസൈറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നടന്ന് കുറച്ച് തളർന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.